Arabian Souq. Hey folks, welcome back to Day to Day Arabian Souq. 7 years ago, I Switzerland just a spur of the moment, I tried something called river rafting. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ബോട്ടിലിരുന്നത് അന്നാണ്. പക്ഷെ അതൊരു ബോട്ട് റൈഡായിരുന്നു. കാരണം -4 ഡിഗ്രി സെൽഷ്യസ് വെള്ളത്തിൽ ഫുൾ കല്ലൊക്കെ നിറഞ്ഞ ഒരു ഒരു വാട്ടർഫാളിൽ കൂടെ you had to raft in a river wearing life jackets and helmets. It was an experience of a lifetime. മാത്രമല്ല അന്നാണ് ആദ്യമായിട്ട് അഡ്വഞ്ചർ സ്പോർട്സ് എന്താണെന്നും അതിൻ്റെ അഡ്രിനാലിൻ റഷ് എന്താണെന്നും ഞാൻ അറിഞ്ഞത്. പക്ഷേ അഡ്വഞ്ചർ സ്പോർട്സ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് ഇറ്റ്സ് വെരി സെൻട്രൽ ടു ദിയർ ലൈഫ്. ആൻഡ് മാത്രമല്ല ഇങ്ങനത്തെ അഡ്വഞ്ചർ സ്പോർട്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള ഒരുപാട് ആക്സസറീസ് ഉണ്ട് വിച്ച് വി ഡോണ്ട് റിയലി തിങ്ക് അബൌട്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡീപ് സീ ഡൈവിംഗ് പോവുകയാണെങ്കിൽ ദർ ആർ അണ്ടർ വാട്ടർ ക്യാമറാസ്. പക്ഷേ ഈ ക്യാമറാസ് കയ്യിൽ നിന്ന് വിട്ടുപോയാൽ വാട്ട് ഹാപ്പൻസ്? There are actually covers that protect this camera so that കയ്യിൽ നിന്ന് വിട്ടുപോയാൽ it actually floats to the top of the water. Then there are protein bars which can nourish you exactly according to the activity that you are doing. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് which are accessories to adventure sports. ഇങ്ങനെ എല്ലാ ആക്സസറീസും എല്ലാ അഡ്വഞ്ചർ സ്പോർട്സിന് ആവശ്യമായിട്ടുള്ള എന്ത് സാധനവും ലഭിക്കുന്ന ഒരു ഷോപ്പിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത്. Ladies and gentlemen, I welcome you to Adventure HQ, your one-stop shop for all your adventure sport needs. ഈ അഡ്വഞ്ചർ HQയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. ക്യാമ്പിംഗ്, ഓഫ് റോഡിങ്, സൈക്ലിംഗ്, അങ്ങനെ പല ഏരിയാസിലെ പല സാധനങ്ങൾ. But today, for this segment, I'm going to focus just on water sports. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരുപാട് സാധനങ്ങളുണ്ട്. കാനോസ്, കയാക്സ്, പാഡൽസ്, പിന്നെ ഡീപ് സീ ഡൈവിംഗ് സൂട്ട്സ്. പക്ഷേ ആദ്യം I'm going to show you something that you're familiar with. This is a water wheeler, അഥവാ നമ്മളൊക്കെ പറയുന്നത് പെഡൽ ബോട്ട്. ഈ വാട്ടർ വീലർ അഥവാ പെഡൽ ബോട്ട് നമ്മൾ പല അമ്യൂസ്മെൻറ്റ് പാർക്സിലും കണ്ടിട്ടുണ്ടാവും. ദിസ് എ പെഡൽ ഹിയർ ആൻഡ് 2 ആൾക്കാർക്ക് ഇരുന്ന് യു ക്യാൻ ആക്ച്വലി പെഡൽ ഇറ്റ് ആൻഡ് മൂവ് അറൗണ്ട്. ആൻഡ് ഈ ഒരു സീറ്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് ലൈക്ക് എ ബീച്ച് സീറ്റ്. അതായത് നമ്മൾ നനവോട് കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ദ സീറ്റ് വിൽ നോട്ട് ഗെറ്റ് വെറ്റ്. ആൻഡ് ദിസ് ഹുഡ് ഹിയർ ഇത് നമ്മൾ സൺലൈറ്റിൽ നിന്നും UV റേസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഒരു ഫീൽ ഫ്രീ ജെമിനായി കയാക്ക് ഫോർ 2 people. അതായത് നമ്മളൊരു ഒരു സ്ട്രീമിലോ അല്ലെങ്കിൽ ഫോർ കാനോയിങ് ആൻഡ് കയാക്കിംഗ് ദിസ് ഈസ് ആക്ച്വലി വെരി ഗുഡ്. ആൻഡ് ഇറ്റ്സ് ഗോട്ട് എൻ എക്സ്ട്രാ ലോങ് ഹൾ. അതായത് ഒരു പെറ്റോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടിയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി ടേക്ക് ദം വിത്ത് യു ഓൺ ദിസ് ബോട്ട്. Check out the surfboards available here. പല കളേഴ്സ്, പല ഷേപ്സ്, പല ഫിനിഷ്, അങ്ങനെ there's a huge variety. സർഫിംഗ് എന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര ഒരു ഭയങ്കര ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്. അതായത് ഓരോ വേവിനെയും നാവിഗേറ്റ് ചെയ്ത് അത് വീഴാതെ, ആൻഡ് ഇറ്റ്സ് ജസ്റ്റ് സോ ത്രില്ലിങ് ഈവൻ ടു വാച്ച്. അപ്പോൾ ചെയ്യുന്ന കാര്യം പിന്നെ പറയണ്ടല്ലോ. ദുബായിൽ ആക്ച്വലി ദർ ഈസ് an organization called സർഫ് ദുബായ് which teaches you surfing. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് പോയി അവിടെ പോയാൽ മതി. they'll teach you how to surf. This is actually an epic V10 double. ഇതിൻ്റെ ക്ലാസ്സിലെ ദ ഫാസ്റ്റസ്റ്റ് ബോട്ടാണ് ഇത്. ഇത് ഒരു എമച്വർ ബോട്ട് എന്ന് പറയാൻ പറ്റില്ല. somewhere between an amateur and professional. You can actually use it for professional sports and it can be enjoyed by an amateur person. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് ബീൻ ഡിസൈൻഡ് ബൈ ഗോൾഡ് മെഡലിസ്റ്റ് ഇൻ ബോട്ടിംഗ്, മെയ്ഡ് ഇൻ ചൈന. ആൻഡ് ഓൾ ദ അതിൻ്റെ പെഡൽസും അതിൻ്റെ എർഗോണമിക്സ് ആർ റിയലി ഈസി ടു യൂസ്.
ഇത് ഒരു സ്കൂബ ഡൈവിംഗ് സെറ്റാണ്. We've actually seen it in the Hindi movie Zindagi Na Milegi Dobara. അന്നോട്ടുള്ള ഒരു ആഗ്രഹമാണ് സ്കൂബ ഡൈവിംഗ് ചെയ്യണമെന്ന്. Anyway, so this is the scuba diving നമ്മൾ ഇടുന്ന ഡ്രസ്സ്. And this is actually the multi-gauge. ഈ ഗേജിൽ 2 meters ഉണ്ട്. One, you know how deep you are. And the other one, you know നമ്മുടെ ഓക്സിജൻ ടാങ്കിൽ എത്ര ഓക്സിജൻ ബാക്കിയുണ്ടെന്നുള്ളത്. And this is the set. These are the goggles and this is the set for breathing. Cool അല്ലേ? ഇത് ഈ ഇട്ടിരിക്കുന്ന ജാക്കറ്റ് ഇറ്റ്സ് എ ബോയൻസി കൺട്രോൾ ഡിവൈസ്. ഭയങ്കര സംഭവമാട്ടോ. കാരണം the water that you want to drink is inside this and you can actually drink it through this. And if at all എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ here there's this toggle that you can pull and നമ്മുടെ ഓക്സിജൻ ടാങ്കിലുള്ള ഓക്സിജൻ it will come and fill into this jacket and you start floating. Amazing devices അല്ലേ? ഇത് കൂടാതെ this is the mask through which you can take oxygen through your mouth. This one will be fitted onto the cylinder and you just keep it into your mouth and press. We had seen it in the movie. And this one is the snorkel set and the goggles, and ഇവിടെ the fin is there which you put into the leg and then you dive. Sunscreen lotion importance I think everyone knows. നമ്മൾ സണ്ണിൽ പോയി കഴിഞ്ഞാൽ there are UV rays. ഈ UV rays നമ്മളെ സ്കിന്നിൽ കൊണ്ടു കഴിഞ്ഞാലാണ് there are chances of skin cancer. അപ്പോൾ ഈ UV raysനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത് ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഈ സൺസ്ക്രീൻ ലോഷൻ എന്ന് പറയുന്നത് there's a wide variety. This one is 30 SPF for kids. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള 50 SPF is for babies. ഇത് നമ്മൾ വലിയ ആൾക്കാർക്കുള്ളതാണ്. പിന്നെ ഈ ഒരു സൂതിങ് അലോ ജെൽ എന്ന് പറയുന്നത് സണ്ണിൽ പോയി വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് സൺ ബേൺ ആവാറുണ്ട്. ഈ സൺ ബേൺ ആവുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യു ഹാവ് ദിസ് ആഫ്റ്റർ സൺ ജെൽ. ദിസ് ഈസ് ആക്ച്വലി അലോവേര ജെൽ. യു നോ അലോവേര ഇസ് റിയലി ഗുഡ് ഫോർ കൂളിംഗ് ദ സ്കിൻ. Arabian Souq. Arabian Souq. ടൈം സ്ക്വയർ സെൻറ്ററിൽ വന്നിട്ടുള്ള ആരും തന്നെ ഈ അഡ്വെഞ്ചർ HQയുടെ അഡ്വെഞ്ചർ സോൺ മിസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇവിടുത്തെ റോക്ക് ക്ലൈമ്പും കേബിൾ ക്ലൈമ്പും ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ തന്നെ ഇറ്റ്സ് എ റിയൽ പാസ് ടൈം. അപ്പോൾ ചെയ്യുന്ന കാര്യം പിന്നെ പറയണ്ടല്ലോ. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് അഡ്വെഞ്ചറസ് ഇൻഡോർ സ്പോർട്ട് ഏരിയ ദറ്റ് യു വിൽ ഫൈൻഡ് ഇൻ ദുബായ്. ഈ അഡ്വെഞ്ചർ സോണാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ക്ലൈമ്പിൻ്റെ കോഴ്സ് എന്ന് പറയുന്നത് ആദ്യം ഈ സ്റ്റെപ്സിൽ കയറി ഹാർനസ് അറ്റാച്ച് ചെയ്ത് ആൻഡ് ദെൻ ദിസ് ഇസ് ദ വുഡൻ ലോഗ്. അത് റിലേറ്റീവ്ലി ഈസിയാണ്. ദർ ഈസ് ഏരിയ ടു പുട്ട് യുവർ ഫീറ്റ് ഇൻസൈഡ്. ക്ലൈംബ് ചെയ്യാൻ റിലേറ്റീവ്ലി ഈസി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു സിംഗിൾ കേബിളാണ്. അത് കുറച്ചും കൂടെ ഡിഫിക്കൽട്ടാണ്. ആൻഡ് ഇറ്റ്സ് അറ്റാച്ച്ഡ് വിത്ത് വി കേബിൾസ്. അപ്പോൾ ഈ ഓരോ വിയിൽ സ്റ്റെപ്പ് ചെയ്തിട്ട് വേണം പോകാൻ. ആൻഡ് ദെൻ ദർ ഇസ് എ സ്റ്റേബിൾ ബ്രിഡ്ജ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഹാങ്ങിങ് ടയേഴ്സ്. ദാറ്റ്സ് വെയർ ഇറ്റ് ഗെറ്റ്സ് എ ബിറ്റ് ട്രിക്കി. ഈ ഹാങ്ങിങ് ടയേഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് എ സ്വിങ്ങിങ് പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മുടെ ബാലൻസ് കറക്റ്റ് ആയില്ലെങ്കിൽ ദിസ് ഇസ് വെയർ യു ടെൻ ടു ഗെറ്റ് എ ബിറ്റ് ജിറ്ററി ഓൺ ഹൗ ടു പാസ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹാങ്ങിങ് ലോഗ്. ഹാങ്ങിങ് ലോഗ് പാസ് ചെയ്ത് കഴിയുമ്പോൾ അഗെയിൻ അനദർ ബ്രിഡ്ജ് ഓഫ് ഹാങ്ങിങ് ലോഗ്. പക്ഷേ ഇറ്റ്സ് ഇൻവേർട്ടഡ്. സോ ഒബ്വിയസ്ലി ഇറ്റ്സ് മോർ ഡിഫിക്കൽട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്റ്റേബിൾ ബ്രിഡ്ജാണ്. ആൻഡ് ദെൻ യു കം ടു ദിസ് നെറ്റ്. ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഒബ്വിയസ്ലി ദ റോക്ക് ക്ലൈമ്പിംഗ് സെക്ഷൻ. ആൻഡ് ഇഫ് യു ക്യാൻ സീ ഓൺ ദ ഗ്രൗണ്ട് ഒരു മഞ്ഞ ഒരു വരയുണ്ട്. യു ആർ നോട്ട് സപ്പോസ് ടു സ്റ്റെപ്പ് ഇൻ ടു ദിസ് without being harnessed properly. And if you can see, ഇത് ക്ലൈംബ് ചെയ്ത് കഴിഞ്ഞ് മുകളിലെത്തി കഴിഞ്ഞാൽ ഈ ഒരു കേബിളിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വരാം. Pretty cool. ഇവിടെ ക്ലൈംബ് ചെയ്യണമെങ്കിൽ there are a lot of safety equipments that you have to be wearing. അതിൽ most important one is this, the harness. ഈ ഹാർനസ് ധരിച്ചിട്ട് മുകളിൽ കയറിയിട്ട് you just clip it onto the cable. ഇതാണ് നമ്മുടെ സേഫ്റ്റി ഹാർനസ്. ഇതില്ലാതെ നത്തിങ് ഡൂയിങ്.
And over here is the helmet. Helmet ധരിച്ചേ നമുക്ക് ഈ ഒരു ഏരിയയുടെ അകത്ത് കയറാൻ പറ്റുള്ളൂ obviously. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്നത്. There's actually ഒരു railing പോലെ വെച്ചിട്ടുണ്ട്. Behind that you don't need the helmet, but as soon as you enter here this has to be on. And the next thing is the climbing shoes. ഈ ക്ലൈംബ് ചെയ്യാൻ വേണ്ടി പല സൈസസിൽ ആവശ്യമായിട്ടുള്ള ഷൂസ് ഉണ്ട്. ഇഫ് യു കെൻ സീ ചെറിയ സൈസസ് തൊട്ട് വലിയ സൈസസ് വരെ അവൈലബിൾ ആണ്. ഇവിടെ ക്ലൈംബ് ചെയ്യാനുള്ള ഹൈറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 140 centimeters ആണ്. അപ്പോൾ റഫ്ലി ഒരു 6 years above ആകുമ്പോഴേ you can start climbing here. Once you start climbing, I think you'll have a tough time taking them back home. നമ്മൾ എക്സ്ട്രീം സ്പോർട്സ് ചെയ്യുമ്പോൾ ലൈക്ക് സൈക്ലിംഗ് ഓർ ഹൈക്കിംഗ് ഓർ ബൈക്കിംഗ് ഇതൊക്കെ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് നീഡ്സ് എ ലോട്ട് ഓഫ് എനർജി. അപ്പോൾ ഈ എനർജി പെട്ടെന്ന് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ ദീസ് സ്പെഷ്യലൈസ്ഡ് ഫുഡ് ഈസ് ഡിസൈൻഡ്. ഓക്കെ, സോ ഈ ഒരു സെക്ഷനിൽ കാണുന്നത് ഫുള്ള് ദീസ് ആർ എനർജി ജെൽസ്. ഇത് പെർട്ടിക്കുലർലി ഫോർ പീപ്പിൾ ഹൂ ഗോ പ്രൊഫഷണൽ സൈക്ലിംഗ്. ഈ ജെല്ല് യു ജസ്റ്റ് ഹാവ് ടു and it's almost like എന്താ പറയുക നമ്മളൊരു മീൽ കഴിക്കുന്നത് പോലെ തന്നെയാണ് these gels. ഈ ജെല്ല് പല ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്. ദിസ് ഈസ് വാനില ബീൻ, then there's salted watermelon, lemon sublime, അങ്ങനെ പല ഫ്ലേവേഴ്സിൽ അവൈലബിൾ ആണ്. ജെല്ല് മാത്രമല്ല, here there is something called energy chews. അതായത് നമ്മളിപ്പോൾ chewing ഒക്കെ കഴിക്കുന്നത് പോലെ, but to improve your performance, to give you that boost of energy, these chews are really good. ഈ ഒരു സെക്ഷനിലുള്ളതും ഫുള്ള് ജെല്ലുകൾ തന്നെയാണ്. ആൻഡ് ദർ അഗൈൻ ഇൻ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ലൈക്ക് ദിസ് ഇസ് ഓറഞ്ച്, ദർ ഇസ് ആപ്പിൾ, ബനാന. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് caffeine is added into it. So small packet. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ it will fuel about 1.5 hours of activity for you. This is actually an electrolyte drink tablet. ഈ ടാബ്ലറ്റ് നമ്മൾ വെള്ളത്തിലിട്ട് you just carry it in a water bottle and it replenishes the loss of electrolytes. നമ്മൾ ഈ എക്സ്ട്രീം സ്പോർട്സ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സ്വെറ്റ് ചെയ്യുമ്പോൾ you lose a lot of electrolytes. ഈ electrolytes റീപ്ലേസ് ചെയ്യാനാണ് these drink tablets help. This one is a lemon flavor and it's a brand called GU. ഇതിൻ്റെ വേറെ ബ്രാൻഡ്സും ഉണ്ട്. Like for example this is called Noon and it's actually a tri-berry flavor. Either you have to put it in water, wait for 2 minutes and then drink it to replenish your electrolytes. ഈ ഒരു സെക്ഷനിലുള്ളത് it's all whey protein supplements. If you actually look at it, ഇതൊരു പൗഡർ ഫോമിലാണ് and ഇതിൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് ചോക്ലേറ്റ് ഫ്ലേവർ. And the thing about this is ഇതിൻ്റെ പുറത്ത് തന്നെ എഴുതിയിരിക്കുന്നത് you have to drink either 1.5 hours before your workout or immediately after your workout. ഇത് നമ്മുടെ മസിൽ ഗ്രോത്തിന് ഭയങ്കര നല്ലതാണ്. So people who are wanting to build muscles, അവർ വർക്കൗട്ട് കഴിഞ്ഞിട്ട് if you drink this, it helps in building up your muscles. ഇത് കൂടാതെ there's also these diet snack bars. ഈ diet snack bars എന്ന് പറയുന്നത് obviously again it's protein and നമ്മൾ എവിടെയെങ്കിലും say if you're going hiking, you don't have to carry like a huge box of food with you. All you have to do is carry these bars and it's almost like replacing a meal. For example, in mule bar ennu parayunnu, this is actually a meal replacement bar. Idu കഴിച്ചു കഴിഞ്ഞാൽ you don't have to eat food or eat a meal. This itself gives you the energy that you need. Idu pala flavors-lum available aanu. This one is a general flavor and then there is apricot and walnut, pineapple, coconut, അങ്ങനെ പല ഫ്ലേവേഴ്സിലും അവൈലബിൾ ആണ്. this is actually ഒരു electrolyte recovery ചെയ്യുന്ന ഒരു പൗഡറാണ്. Especially ഞാൻ പറഞ്ഞ പോലെ if you're doing extreme sports or even just summerൽ പോലും when you sweat a lot, you lose a lot of electrolytes. അത് റീപ്ലേസ് ചെയ്യാനുള്ള ഒരു പൗഡറാണ്. You mix it with water and you drink it. There are some other interesting stuff here. Like this one is a beef stick. അതായത് അഗൈൻ ഇപ്പോൾ നമ്മളൊരു ലോങ് ജേർണി പോവുകയാണെങ്കിൽ ഒരുപാട് ഫുഡ് കയ്യിൽ കരുതുന്നതിന് പകരം you can actually carry these things and it will give you instant energy. This one is actually 50% less fat but very high protein. ഈ ഡ്രൈഡ് ബീഫ് തന്നെ പല പാക്കറ്റ്സിൽ അവൈലബിൾ ആണ്. ദിസ് ഇസ് ബീഫ് ജെർക്കി
ആൻഡ് ഇത് കുറച്ച് ഒരു പാക്കറ്റ് രൂപത്തിലാണ്. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ഗോട്ട് ഒരു എന്താ പറയുക, ഒരു ഫ്ലേവറിങ് ഇറ്റ്സ് ഇൻസൈഡ് ദിസ്. ആൻഡ് ദിസ് ഈസ് എ റെഡിമെയ്ഡ് ബീഫ് സ്നാക്ക്. Arabian Souq. Arabian Souq. വെൽക്കം ബാക്ക് ടു ഡേ ടു ഡേ അറേബ്യൻ സൂക്ക്. ഞാൻ ഇന്ന് നിൽക്കുന്നത് യൂണിയൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഡേ ടു ഡേയുടെ മുമ്പിലാണ്. യൂണിയൻ എന്ന ഈ ഏരിയ തന്നെ ഒരു ഭയങ്കര ഹിസ്റ്റോറിക്കും ഇപ്പോഴും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആൻഡ് വെരി ബിസി ഏരിയ ആണ്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാനം എവിടെയാണ്? ഈ മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിലാണ് ഡേ ടു ഡേ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ യു കെൻ ജസ്റ്റ് കം ബൈ മെട്രോ, ജസ്റ്റ് ടേക്ക് ദ പെഡസ്ട്രിയൻ ക്രോസിംഗ് ആൻഡ് യു ആർ ഹിയർ. ഇവിടെ റമദാൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. റമദാൻ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഡേറ്റ്സ്. അതിന് കാരണമെന്ന് പറയുന്നത് ഡേറ്റ്സിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് അത്രയുമുണ്ട്. നമ്മുടെ ബോഡിയിൽ ദിവസം ഫുള്ള് ബിൽഡ് ചെയ്യുന്ന ആസിഡിനെ അത് ആൽക്കലൈസ് ചെയ്യാനും പിന്നെ ഒരു ക്വിക്ക് റഷ് ഓഫ് ഷുഗർ, ക്വിക്ക് റഷ് ഓഫ് എനർജി ഒക്കെ തരാൻ ഡേറ്റ്സ് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് നോമ്പ് തുറക്കുമ്പോൾ സുന്നത്തായിട്ട് ഡേറ്റ്സ് കഴിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇസ്ലാമിൽ. GCC കൺട്രീസിൽ ഡേറ്റ്സ് ധാരാളമായി ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡേറ്റ്സ് അവൈലബിൾ ആണ്. ഭയങ്കര എക്സ്പെൻസീവ് ഡേറ്റ്സ് അവൈലബിൾ ആണ്, വളരെ ചീപ്പർ വേർഷൻസ് അവൈലബിൾ ആണ്, പിന്നെ പല ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് കൊണ്ടുവരുന്ന ഡേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കൊരു ഹ്യൂജ് വെറൈറ്റി തന്നെയുണ്ട് ടു ചൂസ് ഫ്രം. Let me start with this one. ഇത് ചെറിയൊരു ബോക്സ്, ജസ്റ്റ് 375 dirhams. ലോക്കൽ ഡേറ്റ്സ് ആണ് ആൻഡ് ജസ്റ്റ് ഒരു 10-15 ഡേറ്റ്സ്. ഇതല്ലാതെ വേറെ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ലുക്ക് അറ്റ് ദിസ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റ്സ് വിത്ത് നട്ട്സ് ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് ഓരോ ചെറിയ ചെറിയ പീസസ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇത് നമ്മളൊരു പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗ്യാതറിങ് ഉണ്ടാകുമ്പോൾ സെർവ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ലുക്ക് റിയലി പ്രിറ്റി ഓൺ ദ ടേബിൾ. ഇത് കൂടാതെ ദർ ആർ ഒബ്വിയസ്ലി ചോക്ലേറ്റ് ഡേറ്റ്സ്. ചോക്ലേറ്റ് ആൻഡ് ഡേറ്റ്സ് നല്ലൊരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ ചോക്കോ ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ദർ ആർ വൈഡ് വെറൈറ്റി ഓഫ് ചോക്കോ ഡേറ്റ്സ് അവൈലബിൾ. പല വെറൈറ്റീസ് മാത്രമല്ല പല ഡിഫറെൻറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ഡേറ്റ്സും ഇവിടെ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഈ അൽമെസൻ ഡേറ്റ്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ലോക്കൽ ഡേറ്റ്സ് ആണ്. എന്നാൽ ഇവിടെ ഈ നട്ട്സ് ഉള്ള ഡേറ്റ്സ് ദീസ് ആർ റോയൽ സൗദി ഡേറ്റ്സ്. ലെറ്റ് മീ ഷോ യു ഓൺ ദിസ് സൈഡ്. ഇവിടെ ഈ സുക്കാരി ഡേറ്റ്സ് എന്ന് പറയുന്നത് ദിസ് ഈസ് അഗൈൻ ഫ്രം സൗദി അറേബ്യ. But this one is from Algeria. Okay, വലിയ it's a big pack. ഇത് കൂടാതെ there is this one from Tunisia. എല്ലാ ഡേറ്റ്സിനും അതിൻ്റെ ടെക്സ്ചറിലും അതിൻ്റെ അപ്പിയറൻസിലും എല്ലാം there are differences. ഈ ഒരു സെക്ഷനിൽ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ദിസ് ഈസ് കോൾഡ് ആക്ച്വലി വെറ്റ് ഫിഗ്സ്. ഈ നോമ്പ് തുറ സമയത്ത് ഡേറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുന്നത് ലൈക്ക് ഐ സെഡ് ആ ഒരു ക്വിക്ക് റഷ് ഓഫ് ഷുഗർ, നമുക്ക് ആ ക്വിക്ക് എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ദീസ് ആർ ആക്ച്വലി വെറ്റ് ഫിഗ്സ് ആൻഡ് ഇതൊരു ടിന്നായിട്ടാണ് ലഭിക്കുന്നത്. വേറെ പാക്സ്, ആപ്രിക്കോട്ട്സ് എല്ലാം അവൈലബിൾ ആണ്. ഇത് കേക്ക് മിക്സ്. പ്രത്യേകിച്ച് അറബ് വീടുകളിലൊക്കെ കേക്ക്സ് ഒരുപാട് ഉണ്ടാക്കുന്ന ഒരു സമയമാണിത്. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും കേക്ക് മിക്സസ് ഓഫറിൽ ലഭിക്കും. ഇത് കണ്ടോ, ഇത് 2 കേക്ക് മിക്സ് യു ഗെറ്റ് ഇറ്റ് ഫോർ ജസ്റ്റ് 10 dirhams വിച്ച് ഈസ് വെരി എക്കണോമിക്കൽ. ഇതല്ലാതെ ഈ ഡംപ്ലിംഗ് UAE അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലിരുന്ന് ഈ ഡംപ്ലിങ്സ് കഴിക്കാത്തതായി ആരും തന്നെ ഉണ്ടാവില്ല. ഏതൊരു ഹെറിറ്റേജ് വില്ലേജിൽ പോയാലും ഗ്ലോബൽ വില്ലേജിൽ പോയാലും ഒക്കെ ഈ ഡംപ്ലിങ്സ് ലഭിക്കും. അത് ഇവിടുത്തെ സ്ത്രീകൾ ഇങ്ങനെ പൊരിച്ച് ഒരു ഷുഗർ സിറപ്പിലിട്ട് മുകളിൽ സെസമി സീഡ്സ് ഒക്കെ ഇട്ട് തരുന്നത് ഇറ്റ്സ് വെരി കോമൺ.
ഇതിൻ്റെ മിക്സ് 4 എണ്ണത്തിൻ്റെ മിക്സാണ്. യു ഗെറ്റ് ഇറ്റ് ഫോർ 10 dirhams. So that you can make it at home. It's really delicious and really filling. Each section complete different types of coffee. ഇവിടെ there is instant coffee, vanilla flavor instant coffee. പിന്നെ ഇത് കുറച്ചും കൂടെ classic coffee. പിന്നെ there is caramel coffee. ഇത് കൂടാതെ ഈ കോഫിക്ക് ഇടുന്ന ഒരു പ്രത്യേകതരം മിൽക്ക് പൗഡറാണ് ഈ കോഫി ക്രീം എന്ന് പറയുന്നത്. കോഫി ക്രീം ഉണ്ട്. പിന്നെ റെഡി മെയ്ഡ് ലൈക്ക് യു നോ നെസ്കഫേ കോഫി 2 in 1 എന്ന് പറഞ്ഞിട്ട് പൊടിയും പാൽപ്പൊടിയും യു ജസ്റ്റ് ഹാവ് ടു ആഡ് വാട്ടർ ഇൻ 1 packet. എവറിത്തിങ് ഇസ് ദെയർ. പുട്ട് ദാറ്റ് ടു ദ കപ്പ് ആൻഡ് ജസ്റ്റ് ആഡ് വാട്ടർ. ഇനി നിങ്ങൾക്ക് കാപ്പിയല്ല ചായയാണ് ഇഷ്ടമെങ്കിൽ ഡു നോട്ട് വറി. കാരണം ഡേ ടു ഡേ ഹാസ് എ ഹ്യൂജ് കളക്ഷൻ ഓഫ് ടീ. എന്തൊക്കെയാണെന്നല്ലേ നമ്മുടെ റെഗുലർ ടീ മാത്രമല്ല കേട്ടോ, പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ചെക്ക് ദിസ് ഔട്ട്. ആപ്രിക്കോട്ട് സൺറൈസ് വിത്ത് ഫ്രൂട്ട് പീസസ്. ഇത് നമ്മുടെ സാധാരണ ചായയാണ് വിത്ത് ഡ്രൈഡ് ആപ്രിക്കോട്ട് പീസസ്. ട്രൈ ചെയ്ത് നോക്കണം അല്ലേ. ഇതല്ലാതെ ദർ ഈസ് ലെമൺ ആൻഡ് ലൈം ട്വിസ്റ്റ്. എനിക്ക് ലെമൺ ടീ ഭയങ്കര ഇഷ്ടമാണ്. സോ ദിസ് ഈസ് ഡെഫിനറ്റ്ലി സംതിങ് ദാറ്റ് ഐ വുഡ് പ്രിഫർ. പിന്നെ ഇത് കൂടാതെ ഇത് പല ഡിഫറെൻറ്റ് ഫ്രൂട്ട്സിൻ്റെ ഉണ്ട് കേട്ടോ. ദിസ് ഈസ് പീച്ച് ആൻഡ് പാഷൻ ഫ്രൂട്ട്. ദർ ഈസ് ഓൾസോ മാംഗോ ടീ. ഇന്ന് നമ്മുടെ കൂടെ ഡേ ടു ഡേയിൽ ഒരു കസ്റ്റമർ ഉണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. എന്താ പേര്? ഹർഷീന. ഹർഷീന. മോളുടെ പേരെന്താ? ഇയാളുടെയോ? എന്താ? അലീഷ. അലീഷ. മാഷാല്ലാ. ഓക്കെ. നിങ്ങൾ ഡേ ടു ഡേയിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. സ്ഥിരം കസ്റ്റമർ തന്നെയാണ്. ഇവിടെ നിങ്ങൾ ഡേറ്റ്സ് ഒക്കെ ഒരുപാട് വാങ്ങിക്കാറുണ്ടോ? വാങ്ങിക്കാറുണ്ട്. എന്ത് തരം ഡേറ്റ്സ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? ഡേറ്റ്സ് കൂടുതൽ വാങ്ങൽ ഈ ക്രൗൺസിന്റെ ലുലു അത് വാങ്ങാറുണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ അജ്വ ഡേറ്റ്സ് വാങ്ങാറുണ്ട്. നിങ്ങൾ ഇന്ന് ഇവിടുന്ന് കുറെ ഷോപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഏകദേശം ഒരു 400 dirhamsന്റെ ഷോപ്പിംഗ് ചെയ്തല്ലേ? ഓക്കെ. ഇപ്പൊ ഇവിടെ ഇപ്പൊ ഒരു ഓഫർ ഉണ്ട്. 100 dirhamsന്റെ ഷോപ്പ് ചെയ്യുമ്പോൾ ഒരു ഗിഫ്റ്റ് ഉണ്ട്. 400ന് 4 ഗിഫ്റ്റ്സ് ഉണ്ട്. ഓക്കെ. മോള് നാട്ടിൽ കൊണ്ടിട്ട് നല്ല എല്ലാവർക്കും കൊടുത്ത് നല്ല സ്റ്റൈലായിക്കോ. ഓക്കെ. അത് തരാനായിട്ട് ഡേ ടു ഡേയുടെ മിസ്റ്റർ ജോസ് ഉണ്ട്. മിസ്റ്റർ ജോസ്. So guys, that's about it from me from Day to Day Arabian Souq for this week. I'll catch you guys again next week with lots of new products and lots of new things. Until then, this is Nasrin Abdullah signing out. Ciao.